എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച വിഷയങ്ങളൊന്നുമില്ല, ജസ്റ്റ് कश्मीर के बारे में क्या कहना चाहते हैं? ऐसा कोई जगह में हो नहीं सकता, कश्मीर है तो हुआ. അതായത് തെക്കൻ കാശ്മീരിലെ പെഹൽഗാം കുന്നിലുണ്ടായ വെടിവെപ്പിനെ കുറിച്ച്, പെഹൽഗാം കുന്നിലുണ്ടായ ഒരു അപകടം, അതായത് തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ 28 പേര്. അപ്പം അതായത് മുസ്ലിം നാമധാരികളായ ഒരുപാട് തീവ്രവാദികളുണ്ട്. അവരൊരിക്കലും മുസ്ലിങ്ങളല്ല, മറിച്ച് മുസ്ലിം ആരാണെന്ന് മനസ്സിലാക്കാൻ കാശ്മീരിൽ, അതായത് കുതിര ദിവസം 300 രൂപ വേതനം, 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സയ്യിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ മരണപ്പെടുകയുണ്ടായി. അതായത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവിടെ വന്ന ടൂറിസ്റ്റുകളെ, അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വന്നതും ഇറ്റലി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല വിദേശികളും വന്നിട്ടുണ്ട്. അവരൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടല്ലോ, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മുസ്ലിം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്ത്, എൻ്റെ ഇന്ത്യ രാജ്യത്ത് ഏതൊരുത്തൻ, അതായത് തീവ്രവാദത്തിൽപ്പെട്ട ഏതൊരുത്തൻ വന്ന് ഒരാളെപ്പോലും കൊലപ്പെടുത്തിയാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം എൻ്റെ ഇന്ത്യയിൽപ്പെട്ട ഓരോ ജനങ്ങളും എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹിക്കാൻ പറ്റാത്ത അതിലപ്പുറമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തമ്മിൽ തെറി പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഒന്നിച്ചു നിന്നിട്ട് ഇതുപോലുള്ള തീവ്രവാദികളെ കൊന്നൊടുക്കും വരെ നമ്മൾ പോരാടണം. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുസ് ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള തീവ്രവാദികളെ നമ്മൾ ഇല്ലാണ്ടാക്കണം. കാരണം നമ്മുടെ നാടിൻ്റെ സമാധാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്, നമ്മുടെ നാടിൻ്റെ സമാധാനത്തെയാണ് ഇവർ ഇല്ലാണ്ടാക്കുന്നത്. അപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ കൂടെ അനാവശ്യ കമൻറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തെ അങ്ങേയറ്റം തലക്ക് കയറ്റിയിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ട് നിൽക്കുന്ന സമയമല്ല. എല്ലാവരും ഒന്നിച്ച് നാടിൻ്റെ സമാധാനത്തെ മുറുകെ പിടിക്കുക. നമ്മൾ ഒന്നിച്ച് ഇനിയും ഒരുപാട് കാലം ഇതുപോലെ സമാധാനത്തോടെ നമ്മളെ തലമുറക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ ഒരിക്കലും ജാതിയോ വർഗമോ വർണ്ണമോ തമ്മിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാതെ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് നിൽക്കുക, നമ്മുടെ പഴയ പൈതൃകങ്ങളൊക്കെ മുറുകെ പിടിക്കുക. ഓക്കെ.